വാദങ്ങൾ എഴുതി നൽകണം എന്നുള്ളതാണ് നിലവിലിപ്പോൾ കോടതി അറിയിച്ചിട്ടുള്ളത്. അതിൽ സംസ്ഥാന സർക്കാർ അടക്കം മാർച്ച് 15-നകം അവരുടെ വാദങ്ങൾ നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ അഭിഭാഷക കൂടി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന സർക്കാരും ശബരിമലയുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാട് വ്യക്തമാക്കണം എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. തങ്ങൾ ഈ റിവ്യൂ പെറ്റീഷൻ ഒപ്പമാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത്. അതായത് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള റിവ്യൂ പെറ്റീഷൻ, അതിൽ ഭക്തർക്കൊപ്പം തന്നെയാണ് കേന്ദ്ര സർക്കാർ നിലയുറപ്പിച്ചിട്ടുള്ളത്. തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ നിലപാട് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ഈ മാർച്ച് 15-നകം തങ്ങളുടെ വാദങ്ങൾ എഴുതി നൽകണം എന്ന് സുപ്രീം കോടതി പറഞ്ഞ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ എന്തായിരിക്കും നൽകാൻ പോകുന്നത് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ചെന്നുപെട്ടിട്ടുള്ളത് വല്ലാത്ത സാഹചര്യത്തിലാണ്. അതായത് അവരുടെ നിലപാട്, മുൻ നിലപാട് അവർ തിരുത്തുമോ അതോ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ആ ഒരു ടൈം ലൈൻ ഇങ്ങനെയാണ്. ഏപ്രിൽ 7 മുതൽ ഈ വാദം കേൾക്കൽ ആരംഭിക്കും. അതിന് മുന്നോടിയായി തന്നെ ഈ ബെഞ്ചിന്റെ രൂപീകരണം, ഈ വാദം കേൾക്കാനുള്ള ബെഞ്ചിന്റെ രൂപീകരണം നടക്കുകയും ചെയ്യും. ഏപ്രിൽ 7 മുതൽ 9 വരെ എതിർക്കുന്നവരുടെ വാദം നടക്കും. 14 മുതൽ 16 വരെ ഈ വാദങ്ങളെ, ഈ ഹർജിയെ പിന്തുണയ്ക്കുന്നവരുടെ വാദം നടക്കും. ഏപ്രിൽ 22-ന് മുൻപ് വാദം പൂർത്തിയാക്കും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതായത് ഏപ്രിൽ മാസത്തിൽ തന്നെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. നേരത്തെ ഒരു അമിക്കസ് ക്യൂറിയെ ഈ വിഷയത്തിൽ നിയോഗിച്ചിരുന്നു. ഒരാളെ കൂടി ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. കെ പരമേശ്വരനെ അമിക്കസ് ക്യൂറിയായി ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. ഒരാൾ കൂടി അതിലേക്ക് എത്തുകയാണ്. നോഡൽ അഭിഭാഷകരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ അമിക്കസ് ക്യൂറി കോടതിയെ സഹായിക്കാൻ 2 പേർ, അതിൽ കെ പരമേശ്വരൻ കൂടി ഇപ്പോൾ എത്തുന്നു. ഈ 2 പേരെയാണ് അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചിട്ടുള്ളത്. മാർച്ച് 15-നകം ഇപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ ക്രക്സ് എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ തങ്ങളുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതായത് ഈ പുനഃപരിശോധനാ ഹർജികളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നതാണ് തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ ഇപ്പോൾ കോടതിയിൽ പറഞ്ഞത്. അതായത് ആചാരാനുഷ്ഠാനങ്ങൾ അടക്കം സംരക്ഷിക്കണം എന്നുള്ള നിലപാട് അതാണ് സൂക്ഷിക്കുന്നത്. ഇനി 15-ന് മുമ്പ്, മാർച്ച് 15-ന് മുൻപ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം എന്താണ് എന്നറിയണം. ഇന്ന് ജയദീപ് ഗുപ്ത, സീനിയർ അഭിഭാഷകൻ, കോടതിയിൽ ഹാജരായിരുന്നു, സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതിന് സോഫാർ എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. അതായത് ഈ ഹർജികളെ ഞങ്ങൾ ഇതുവരെ, പുനഃപരിശോധനാ ഹർജികളെ ഞങ്ങൾ ഇതുവരെ എതിർത്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. പക്ഷെ അത് അദ്ദേഹം പൂർണ്ണമായും വ്യക്തമാക്കാനും തയ്യാറായില്ല. നേരെ മറിച്ച് മാർച്ച് 15-നകം ഇത് എഴുതി നൽകേണ്ട ബാധ്യത സംസ്ഥാനത്തിനുണ്ട്. അപ്പോഴറിയാം പിണറായി വിജയൻ സർക്കാർ ആർക്കൊപ്പമാണ് എന്നുള്ളത്. ശ്രീകാന്ത്, നമ്മൾ ഈ ശ്യാം ബാബുവിലേക്ക് പോവാം. ശ്യാം, നമ്മൾ ഈ കോടതിയിൽ നിന്നിറങ്ങി CPM-ലേക്ക് വീണ്ടും പോയാൽ നോക്കൂ, മാർച്ച് 15-നകം സംസ്ഥാന സർക്കാർ എന്താണ് നിലപാട് എന്ന് വ്യക്തമാക്കണം. നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, പല വിഷയങ്ങളിൽ ശബരിമല ഉണ്ടാക്കിയ വലിയ പരുക്ക് മറികടക്കാനുള്ള ശ്രമം CPM നടത്തിയിട്ടും ആ യുവതീ പ്രവേശന കാലം മുതൽ ഇങ്ങോട്ട് CPM എത്രമാത്രം താഴേക്ക് പതിച്ചു എന്നത് ഒരു രാഷ്ട്രീയ കാഴ്ചയാണ്. ഇതിപ്പോൾ ആളുകളെ വീണ്ടും കയ്യിലെടുക്കാനായി സ്വർണ്ണക്കൊള്ള നടന്നുവെന്ന് വ്യക്തമായ സമയത്ത് തന്നെ പമ്പയിൽ വെറുതെ ഒരു സംഗമം നടത്തുകയാണ്. അയ്യപ്പന്മാരില്ലാതെ, ഒരു അയ്യപ്പനും അവിടേക്ക് ചെല്ലാതെ ആർഭാടമായി ഒരു സംഗമം നടത്തി കോടികൾ വെട്ടിച്ചുവെന്ന് അവരുടെ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിൽ, പല തലങ്ങളിൽ ശബരിമലയെ കവർന്നെടുക്കാനുള്ള തീവ്ര ശ്രമം യുവതീ പ്രവേശത്തിലൂടെ, അതിനുശേഷം സ്വർണ്ണക്കൊള്ളയിലൂടെ, പിന്നീട് അയ്യപ്പ സംഗമത്തിലൂടെ ഈ പാർട്ടി നടത്തിയല്ലോ. ഇത്രയും പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്ത് ഒരു നിലപാട് മാറ്റം CPM-ൽ പ്രതീക്ഷിക്കണോ? കൃഷ്ണരാജ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇന്ന് ഈ കേസ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങൾ ആ സമയമാകുമ്പം അങ്ങ് കൈകാര്യം ചെയ്യും എന്ന ലാഘവത്തോടു കൂടി കാണേണ്ട ഒരു കേസല്ല ഇത്. ഇത് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം, അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ ഗൗരവമാർന്ന, വളരെ നിർണായകമായൊരു പ്രധാനപ്പെട്ട കേസാണ്.
ഈ കേസ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോഴും അതിൻ്റെ 1 മണിക്കൂർ മുമ്പ് മാധ്യമങ്ങളെ കണ്ട CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് സമയമാകുമ്പോൾ ഞങ്ങൾ അങ്ങ് കൈകാര്യം ചെയ്യും എന്നതാണ്. അത്തരത്തിലൊരു ലാഘവത്തോടു കൂടി ഇത് നോക്കിക്കാണണോ എന്നതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന ചോദ്യം. രണ്ടാമത്തേത്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടി അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വാദം കേൾക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 9-അംഗ ഭരണഘടനാ ബെഞ്ച് പോകുന്നത് എന്നതിൻ്റെ സ്ട്രക്ചർ ഒന്നുകൂടി പറയുകയാണ്. ഏപ്രിൽ 7-ാം തീയതി രാവിലെ 10:30 9-അംഗ ബെഞ്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇരുന്ന് ഇതുമായി ബന്ധപ്പെട്ട സെപ്റ്റംബർ 28 വിധി ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ 67 ഹർജികൾ വിശദമായി തന്നെ പരിശോധിക്കുക. 7, 8, 9 തീയതികളിൽ തുടർവാദമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ 3 ദിവസവും ഈ പുനഃപരിശോധനാ ഹർജികൾ നൽകിയ കക്ഷികൾക്കാണ് വാദമുഖങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ ഇടവേളയാണ്. അതിനുശേഷം ഏപ്രിൽ 14, 15, 16 തീയതികൾ, അതായത് 2018 സെപ്റ്റംബർ 28 വിധി അത് അങ്ങനെ തന്നെ വേണം എന്ന് വാശി പിടിക്കുന്ന കക്ഷികൾക്ക് അവരുടെ വാദമുഖങ്ങൾ കൃത്യമായി തന്നെ ഉന്നയിക്കാനുള്ള സമയമാണ് പിന്നീടുള്ള 3 ദിവസങ്ങൾ, ഏപ്രിൽ 14, 15, 16 തീയതികളിൽ. സ്വാഭാവികമായിട്ടും കൃഷ്ണൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ അന്ന് സ്വാഭാവികമായിട്ടും പ്രചരണത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ പെരും ചൂടിലായിരിക്കും. ആ സമയത്താണ് ഈ വിഷയത്തിൽ ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കേസിൽ ഭരണഘടനാ ബെഞ്ച്, സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് ഇരിക്കുന്ന സമയത്ത് എന്ത് നിലപാടാണ് സംസ്ഥാന സർക്കാർ CPM ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് ഈ കേസുകൾ പരിഗണിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്കാണ് ഇന്ന് ഈ ലിസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പരിഗണനയ്ക്ക് വന്നത്. ആ സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ്, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല, അതിൽ ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാട് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അയ്യപ്പ ഭഗവാന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും ഒപ്പമാണ് എന്ന സുവ്യക്തമായ നിലപാട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കൃത്യമായി തന്നെ പറഞ്ഞത്. തൊട്ടടുത്ത് ഇതിനൊക്കെ സാക്ഷിയായി സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ന് പറഞ്ഞത്, അതിലൊരു വ്യക്തത നമുക്ക് ഇനി വരാനുണ്ട്. ഇന്ന് പറഞ്ഞത് സോ ഫാർ എന്നൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതിൻ്റെ എന്താണ് അദ്ദേഹം ഉന്നയിച്ച അടിസ്ഥാനമെന്ന് മനസ്സിലാകുന്നില്ല. നിലവിൽ ഇത്തരം പുനഃപരിശോധനാ ഹർജികളോട് ഞങ്ങൾ ഒരു എതിർപ്പും അറിയിച്ചിട്ടില്ല എന്നാകാം എന്നൊരു വ്യാഖ്യാനമാണ് ഇപ്പോൾ മുതിർന്ന നിയമവിദഗ്ധരൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല, അങ്ങനെയെങ്കിൽ ഭാവിയിൽ എതിർപ്പ് വരുമോ? അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ വിഷയം വിശദമായി പരിഗണിക്കുമ്പോൾ എതിർക്കാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരികയാണ്. ഈ ചോദ്യങ്ങളും ഈ കൺഫ്യൂഷനും മനഃപൂർവ്വം തന്നെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്നതാണോ എന്നൊരു ചോദ്യമുണ്ട്. ഒരു വിഷയത്തിൽ ഒന്നെങ്കിലൊരു നിലപാട് കൃത്യമായി തന്നെ ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ്, വിശ്വാസ സമൂഹത്തിനൊപ്പമാണ് എന്ന് പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ യുവതീ പ്രവേശനത്തിന് അനുകൂലമാണ്, സെപ്റ്റംബർ 28 വിധി ഞങ്ങൾ ഇപ്പോഴും ഇതാ ഉയർത്തിപ്പിടിക്കുകയാണ്, ഞങ്ങൾ ഇനിയും ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റും എന്നൊരു നിലപാടുമായി അന്ന് വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പറഞ്ഞതാണ്, നെഞ്ചുവിരുത്തിയൊക്കെ പറഞ്ഞതാണ്. 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ശരി, എങ്കിൽ ആ നിലപാട് എന്തുകൊണ്ട് ഇന്ന് പറയാൻ സാധിക്കുന്നില്ല? ജയ്ദീപ് ഗുപ്തയ്ക്ക് ഇന്ന് സോ ഫാർ എന്നൊരു വാക്കിൽ മാത്രം അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ ഒതുക്കേണ്ടി വന്ന ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം എന്തായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയെങ്കിൽ 7-ാം തീയതി രാവിലെ 10:30 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയത്തിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ വിഷയത്തിൽ വാദമുഖം കേൾക്കാൻ ഇരിക്കുമ്പോൾ എന്ത് നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ഇന്നത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയം പരിഗണിച്ചപ്പോൾ നമുക്ക് വ്യാഖ്യാനിക്കാം ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനും CPM-ന് തന്നെയാണ്. കാരണം അഴകുഴമ്പൻ നിലപാടുമായി, ഉരുണ്ട് കളിക്കുന്ന നിലപാടുമായി ഇങ്ങനെ അങ്ങ് തട്ടിക്കളിച്ച് മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം ഒരു പക്ഷേ CPM നേതൃത്വം എടുത്തിരുന്നെങ്കിൽ അതിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. മാർച്ച് 14 മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും, ആ കക്ഷികളിൽ സംസ്ഥാന സർക്കാരുണ്ട്, ദേവസ്വം ബോർഡുണ്ട്, വലിയ രീതിയിൽ തന്നെ ഞങ്ങളിതാ നവോത്ഥാനം നടപ്പാക്കാൻ പോവുകയാണ് എന്നൊക്കെ വീരവാദം പറഞ്ഞ് കൃത്യമായി തന്നെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ ഹൃദയങ്ങൾ വ്രണപ്പെടുത്തിയ നിലപാട് സ്വീകരിച്ച സംസ്ഥാന സർക്കാരുണ്ട്. എല്ലാവരും കക്ഷികളാണ്. അപ്പോൾ ഈ കക്ഷികളെല്ലാവരും മാർച്ച് 14 മുമ്പ് കൃത്യമായി തന്നെ നിലപാട് എഴുതി നൽകണം. നിങ്ങൾ ഈ വിഷയത്തിൽ പുനഃപരിശോധന ഹർജികളെ അനുകൂലിക്കുന്നുണ്ടോ അതോ എതിർക്കുന്നുണ്ടോ? ഈ വിഷയത്തിൽ വ്യക്തത വരുത്തി നിലപാട് അറിയിക്കാനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അഴകുഴമ്പൻ നിലപാടുമായി, ഉരുണ്ട് കളിച്ച നിലപാടുമായി മുന്നോട്ട് പോകുന്ന CPM-നാണ് ഇന്നത്തെ
ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ കർശനമായ നിർദ്ദേശത്തോടു കൂടി ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി കാത്തിരിക്കണം. ഇനി ഏതാണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10-20 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഈ ഭരണഘടനാ സുപ്രീം കോടതിക്ക് മുമ്പാകെ തന്നെ ജയ്ദീപ് ഗുപ്തയുടെ നേതൃത്വത്തിൽ ഒരു വിശദമായ തന്നെ അഫിഡവിറ്റ് സമർപ്പിക്കപ്പെട്ടേ മതിയാവൂ. ആ അഫിഡവിറ്റിൽ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കിയേ മതിയാവൂ. എന്തായാലും ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകുന്നതും തിരിച്ചടി ഉണ്ടായിരിക്കുന്നതും CPM-നും സംസ്ഥാന സർക്കാരിനുമാണ്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് കൃഷ്ണരാജ്. കാരണം പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞുപോയി. അദ്ദേഹം എന്ന ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് കോൺഗ്രസ്സുകാരനായി ഈ വിഷയത്തിൽ ഭക്തർക്കൊപ്പം നിലനിന്നുകൊണ്ട് നിയമ പോരാട്ടം നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഇനി പുതിയ കക്ഷി ചേരാൻ എന്തെങ്കിലും കോൺഗ്രസ് തയ്യാറെടുക്കുമോ എന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽപ്പുണ്ട്. എത്രത്തോളം അവരുടെ ആത്മാർത്ഥത ഈ വിഷയത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. കൃഷ്ണരാജ്.